ദൈവത്തിൻ്റെ വചനം നമ്മൾ വള്ളി പുള്ളി മാറാതെ അവൻ മാനിക്കുന്നത്, അവൻ ഉടമ്പടി പാലിക്കുന്നവനാണെങ്കിൽ വള്ളി പുള്ളി മാറാതെ ഞാനത് അനുസരിക്കുകയും വേണം. ഹലോ, അല്ലാതെ ദൈവത്തിൻ്റെ പക്ഷം അവൻ ചെയ്യണം, വള്ളി പുള്ളി മാറാതെ അത് അവൻ ചെയ്യണം. എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നോ, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് എന്നാ പറയുന്നത്, കം ടു എ ലെവൽ ഗ്രൗണ്ട്. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു കുറവുമില്ല. നിൻ്റെ വിശ്വസ്തത അനുസരിച്ചല്ല ദൈവത്തിൻ്റെ വിശ്വസ്തത. കാരണം ദൈവത്തിൻ്റെ സ്വഭാവമാണ് വിശ്വസ്തത. പക്ഷെ നീ വിശ്വസ്തത ഇല്ലാതെ പെരുമാറുകയാണെങ്കിൽ അവൻ്റെ വിശ്വസ്തതയുടെ അനുഗ്രഹം നിനക്ക് പ്രാപിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, എന്നാ പറയുന്നത്, യോഹന്നാൻ്റെ ലേഖനം 1 John 3:7 വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, എഗെയിൻ ലെറ്റ് നോ വൺ ഡിസീവ് യു. ഇന്ന് കബളിപ്പാണ്. നമുക്കറിയാം ഏറ്റവും ആദ്യത്തെ കബളിപ്പ് മനുഷ്യർക്ക് സംഭവിച്ച എവിടെയാണ്? ഈദൻ തോട്ടത്തിൽ അല്ലേ? ആദാം ഹവ്വയെയും പാമ്പല്ല പിശാച് വന്നിട്ട് കബളിപ്പിച്ചു. അതുകൊണ്ട് ആ പിശാചിൻ്റെ സ്വഭാവം ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പലയിടങ്ങളിലും, നീ കബളിപ്പിക്കപ്പെടരുത്, ഡു നോട്ട് ബി ഡിസീവ്ഡ് എന്ന് പറയുന്നത്. വായിച്ചത് 1 John 3:7. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ വഴിതെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. ആമേൻ. ആരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഉന്നത സ്ഥാനത്തുള്ള വ്യക്തി ആയിക്കോട്ടെ, എത്ര പഠിപ്പുള്ള വ്യക്തി ആയിക്കോട്ടെ, എത്ര എന്നാ പറയുന്നത് സമൂഹം വളരെയേറെ ബഹുമാനിക്കുന്നതും അല്ലെങ്കിൽ അയാളുടെ ബൈബിളിനെ കുറിച്ചുള്ള ജ്ഞാനത്തെക്കുറിച്ച് എല്ലാവരും ഏറ്റു പറയുന്ന വ്യക്തി ആയിക്കോട്ടെ, ആരും നിന്നെ കബളിപ്പിക്കരുതെന്നാണ് പറയുന്നത്. കാരണം നിനക്ക് ദൈവത്തിൻ്റെ വചനമുണ്ട്. വചനമനുസരിച്ച് വേണം നീ ജീവിക്കാൻ. കാരണം ഈ വചനമാണ്, നമ്മൾ നേരത്തെ വായിച്ചു കേട്ടല്ലോ, റോമാർക്കുള്ള ലേഖനം 1-16 വചനം പറയുന്നത്, ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, യഹൂദർക്ക് ആദ്യവും പിന്നെ ഗ്രീക്കുകാർക്കും, ഇത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. കാരണം ലോകം എന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഹലോ, സാത്താൻ എന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ബന്ധനത്തിലാണ്, പാപത്തിൻ്റെയൊക്കെ ബന്ധനത്തിലാണ്. പക്ഷേ അതിനെയൊക്കെ ബഹിഷ്കരിച്ച് എന്നെ രക്ഷയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ദൈവത്തിൻ്റെ ഒരു മഹത്തായ ഒരു ശക്തിയാണിത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അതിനെക്കുറിച്ച് വിശ്വസിക്കുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. അങ്ങനെ ആരൊക്കെ പറയും, ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. കാരണം ആ സുവിശേഷത്തിൽ മാത്രമാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗലാത്യർക്ക് ലേഖനം 6-7 വചനം ഒന്ന് വായിക്കോ. Do not be deceived. God is not mocked. For whatever a man sows, that he will reap. വഞ്ചിക്കപ്പെടാതിരിക്കുവിൻ. ദൈവം പരിഹസിക്കപ്പെടുന്നില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് പറഞ്ഞ് അതിനെക്കുറിച്ച് എന്നാ പറയുക എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം ഞാൻ എന്താണ് വിതയ്ക്കുന്നത്, അത് മാത്രമേ കൊയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, അത് എന്നാ പറയുന്നത്, അതിൻ്റെ ഇനം. ഞാൻ നെല്ല് നട്ടാൽ നെല്ല് കൊയ്യും, ഗോതമ്പ് നട്ടാൽ ഗോതമ്പ് കൊയ്യും അല്ലേ? പിന്നെയും ഇനം മാത്രമല്ല, അതിൻ്റെ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് എന്നാ പറയുന്നത്, അതിൻ്റെ അളവ്. ഞാൻ എന്നാ പറയുന്നത്, 1 കിലോയെ നട്ടിട്ടുണ്ടെങ്കിൽ 1 കിലോയുടെ ഫലമേ എനിക്ക് കൊയ്യാൻ പറ്റുള്ളൂ. അതേസമയത്ത് ഞാൻ 100 കിലോ നട്ടിട്ടുണ്ടെങ്കിൽ 100 കിലോയുടെ ഫലം കൊയ്യാൻ പറ്റും. സോ ദ ക്വാളിറ്റി ആൻഡ് ദ ക്വാണ്ടിറ്റി of my harvest will depend upon the quality and the quantity of the faith that I have. ആ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചായിരിക്കും എൻ്റെ വിളവ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ആ വചനം ദൈവം എനിക്ക് തന്നിരിക്കുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നാമതേ ഒരു തെറ്റിദ്ധാരണയുള്ളത്, പല ഇടങ്ങളിലും പറയുന്നത്, ഈ വചനം, ദൈവത്തിൻ്റെ വചനം, ഈ വചനത്തിനെക്കുറിച്ച് വലിയൊരു വിശേഷമുണ്ട്. എന്ന് വെച്ചാൽ ഈ വചനത്തെക്കുറിച്ച് ഹെബ്രായർക്ക് ലേഖനം 1-3 വചനത്തിൽ പറയുന്നുണ്ട്, ഈ പ്രപഞ്ചം മുഴുവൻ താങ്ങി നിർത്തുന്നത് ദൈവത്തിൻ്റെ ശക്തിയുടെ വചനത്താലാണെന്ന്. ഹലോ, ഈ upholds all things by the word of his power. അപ്പോൾ ഈ വചനം അവൻ്റെ ശക്തിയെ വിവരിക്കുന്നതാണ്. ഹലോ, are you with me? അങ്ങനെയുള്ളൊരു വചനം ദൈവം, പല വ്യക്തികളും പറയുന്നത്, ഈ വചനം ഞങ്ങളാണ് സൂക്ഷിച്ചതെന്ന്. ഹലോ, ശരിയാ, ദൈവം യേശു 2000 വർഷം മുമ്പ് ഇതൊക്കെ സംസാരിച്ചു. പക്ഷെ അത് എഴുതിയ ആൾക്കാർ വേറെയാ, സൂക്ഷിച്ചത് ആൾക്കാർ വേറെയാ. മഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നൊക്കെ സൂക്ഷിച്ചതും, ഹിറ്റ്ലറിൻ്റെ ബോംബിങ്ങിൽ നിന്നും സൂക്ഷിച്ചതും, ഇതെല്ലാം സൂക്ഷിച്ചത് ഞാനാണെന്ന്. സഹോദര, സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്,
ഈ പ്രപഞ്ചം മുഴുവൻ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ദൈവത്തിന് ഇത്രയും വചനങ്ങൾ സൂക്ഷിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഹലോ, നിനക്ക് ഇപ്പോൾ തന്നെ നിൻ്റെ ശ്വാസം നിലച്ചു പോകാതെ നിന്നെ സൂക്ഷിക്കുന്നവന് ഈ വചനം സൂക്ഷിക്കാനായിട്ട് വലിയ പ്രശ്നമുണ്ടോ? ഇതാണ് ബുദ്ധിയില്ലാത്ത ഒരു എന്നാ പറയുന്നത് മൃഗത്തിൻ്റെ പോലെ ചിന്തിക്കുന്ന വ്യക്തികൾ. ഹലോ, അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉറവിടം അത് എഴുതിയത്, ഇപ്പം ഒരു പേനയുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഷേക്സ്പിയർ പേന കൊണ്ടാണ് എഴുതിയത് പുള്ളിയുടെ എല്ലാം. അപ്പോൾ നമ്മൾ നമ്മൾ പറയേണ്ടത് അയാൾ ഉപയോഗിച്ചത് മോൺബ്ലാങ്ക് അന്നില്ലായിരുന്നു, മോൺബ്ലാങ്ക് പെന്നാണെങ്കിൽ നമ്മൾ പറയണം ദിസ് മെർച്ചൻ്റ് ഓഫ് വെനിസ് ഇസ് ബൈ മോൺബ്ലാങ്ക്. ഹലോ, അല്ലെങ്കിൽ എന്നാ പറയുന്നത് ആസ് യു ലൈക്ക് ഇറ്റ് എഴുതിയത് എന്താണ്, പാർക്കറാ? ഹലോ, അല്ലെങ്കിൽ ജൂലിയസ് സീസർ എഴുതിയത് എന്താണ്, വേറൊരു പെണ്ണിൻ്റെ പേരെന്താ, റെയ്നോൾഡ്സ് ആണോ? അല്ല. എഴുതിയ ആ ഓതർ ഇസ് വൺ ആൻഡ് ദ സെയിം. അയാൾ ഉപയോഗിച്ചിരിക്കുന്ന പേനകൾ പലതായിരിക്കും. ഷേക്സ്പിയർ ഏത് പേന ഉപയോഗിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. ലെറ്റ് us assume തൂവല്, കോഴിയുടെ തൂവല്, മറ്റേ പരുന്തിൻ്റെ തൂവല്, പിന്നെ എന്നാ പറയുന്നത് പ്രാവിൻ്റെ തൂവല്, പല തൂവൽ ഉപയോഗിച്ച് കാണും. ഹലോ, അതുകൊണ്ട് അത് പ്രാവിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ കോഴിയുടെ സുവിശേഷം എന്ന് പറയാൻ പറ്റുമോ? ആ സുവിശേഷത്തിൻ്റെ ഉറവിടം അല്ലെങ്കിൽ അതിൻ്റെ ഓതർ ഈസ് ഷേക്സ്പിയർ. അതുപോലെ തന്നെ ഈ സുവിശേഷത്തിൻ്റെ ഓതർ ഇസ് ഗോഡ് ഹിംസെൽഫ്. He has used different people in different times. പല വ്യക്തികളെയും പല കാലസമയത്ത് ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് 2 തിമോത്തി 3-ാമത്തെ അധ്യായം 16-17 വചനങ്ങൾ അത് എന്താണെന്നും അത് എന്തിനാണ് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നതെന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ. ഒന്ന് വായിച്ചേ, 2 തിമോത്തി 3:16 and 17. എല്ലാ തിരുവെഴുത്തുകളും ദൈവം നിവേശിതമാകുന്നു. ആമേൻ. അവിടെ പറയുന്ന ഓൾ സ്ക്രിപ്ചർ ഈസ് സ്പിരിറ്റ് ബ്രീത്ഡ്. ദൈവത്തിൻ്റെ ആത്മാവ് അതിന് ജീവൻ കൊടുത്തിരിക്കുക. കാരണം ദൈവത്തിൻ്റെ വചനം ജീവൻ്റെ വചനങ്ങളാണ്. ഹലോ, ഇത് മനുഷ്യനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മരണത്തിൻ്റെ വചനമാകുള്ളൂ. കാരണം വചനത്തിന് ജീവൻ തരണമെന്നുണ്ടെങ്കിൽ അത് യേശുവിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഹി ഹാസ് ബ്രീത്ഡ് ലൈഫ് സ്പിരിറ്റ്. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്തു അല്ലേ? എന്നിട്ട് ആ മനുഷ്യൻ എന്തായിരുന്നു, നമ്മളിപ്പോൾ കളിമണ്ണ് കൊണ്ട് ബിംബം ഉണ്ടാക്കുന്ന പോലെയായിരുന്നു. പക്ഷേ ദെൻ ഗോഡ് ബ്രീത്ഡ് ഇൻ ടു ഹിസ് നോസ്ട്രിൽസ് ആൻഡ് മാൻ ബിക്കെയിം എ ലിവിങ് സോൾ. അപ്പോൾ ഈ വചനത്തിന് ജീവനുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഗോഡ് ഹാസ് ബ്രീത്ഡ് ഇൻ ടു ദീസ് വേർഡ്സ്. ദീസ് വേർഡ്സ് ആർ ദ വേർഡ്സ് കമ്മിങ് ഫ്രം ദ വെരി മൗത്ത് ഓഫ് ഗോഡ്. എല്ലാ തിരുവെഴുത്തുകളും ദൈവനിവേശിതമാകുന്നു. അവ ഉപദേശത്തിനും ശാസനയ്ക്കും തെറ്റുതിരുത്തലിനും തെറ്റുതിരുത്തൽ നീതിയിലുള്ള അഭ്യസനത്തിനും. അപ്പം പല കാര്യങ്ങളുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ഫോർ എന്നാ പറയുന്നത്, ഫോർ ഡോക്ട്രിൻ, ഫോർ റിപ്രൂഫ്, ഫോർ കറക്ഷൻ, ഫോർ ഇൻസ്ട്രക്ഷൻ. അപ്പം നമ്മളുടെ മേഖലയിൽ നമ്മളുടെ ജീവിതത്തിൽ ഇതെല്ലാം ആവശ്യമുണ്ട്. ഞാൻ ചിലപ്പം എൻ്റെ പെരുമാറ്റം അല്ല രീതികൾ ചിന്തകൾ തെറ്റായ രീതിയിലാണെങ്കിൽ ഗോഡ് ബൈ ഹിസ് വേർഡ് വിൽ കൺവിക്റ്റ് യു. ഇറ്റ് ഈസ് റിപ്രൂഫ്. പിന്നെ ഇറ്റ് ഈസ് ഫോർ ഡോക്ട്രിൻ. എന്താണ് ശരി, വിഗ്രഹം ഉണ്ടാക്കരുത്, വചനത്തിലുണ്ട്. ഇറ്റ് ഗിവ്സ് മീ എൻ്റെ പാത്ത്, ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ഇറ്റ് ഗിവ്സ് മീ ദ ഡോക്ട്രിൻ. ദെൻ ഇറ്റ് ഗിവ്സ് മീ കറക്ഷൻ, ഇറ്റ് ഗിവ്സ് മീ ഇൻസ്ട്രക്ഷൻ. എന്തിനാണ്? അടുത്ത 17 ദൈവത്തിൻ്റെ മനുഷ്യൻ. അവിടെ എവിടെ എത്ര പേരുണ്ട് ഇവിടെ ദൈവത്തിൻ്റെ മനുഷ്യൻ? അപ്പോൾ എനിക്ക് നിങ്ങൾക്കുള്ള കേട്ടോ എന്തിനാണിത് തന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും പരിപൂർണനും തികഞ്ഞവനുമായി തീരേണ്ടതിന് തന്നെ. പരിപൂർണനും തികഞ്ഞതും ആയി തീരേണ്ടതിന് വേണ്ടി തന്നെ. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഇങ്ങനെ വായിക്കുമ്പോൾ ഇത് വായിച്ച് നമ്മളത് സ്വീകരിക്കുകയാണെങ്കിൽ അത് പിന്നെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഒരു സംശയം ഉണ്ടാകുകയില്ല. ഇറ്റ് സേസ് ഓൾ സ്ക്രിപ്ചർ ഈസ് ഗിവൺ ബൈ ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ് ആൻഡ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ഡോക്ട്രിൻ, ഫോർ റിപ്രൂഫ്, ഫോർ കറക്ഷൻ, ഫോർ ഇൻസ്ട്രക്ഷൻ ഇൻ റൈച്ചസ്നെസ്, ദാറ്റ് ദ മാൻ ഓഫ് ഗോഡ് മേ ബി കംപ്ലീറ്റ്. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ്നെസ്, എൻ്റെ പൂർണ്ണത വരുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. ആൻഡ് thoroughly equipped for every good work. ഈ ഗുഡ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്?
ദൈവത്തിൻ്റെ വചനം എഫിഷ്യൻസി 2-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ദൈവം എന്നെ നിങ്ങളെ സൃഷ്ടിച്ചത് സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. ഒന്ന് വായിക്കുക പെട്ടെന്ന്. എഫിഷ്യൻസ് 2:10. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം അവയിൽ നടക്കേണ്ടതിന് ദൈവം അവ മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ സൽപ്രവൃത്തിയുടെ ഉറവിടം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഐ വിത്ത് മീ? കാരണം ആ സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ് എന്നെ ദൈവം രക്ഷിച്ചത്. കാരണം എഫിഷ്യൻസി 2-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം പറയുന്നുണ്ട്, നമ്മൾ യു ഹാവ് ബീൻ സേവ്ഡ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത് ആൻഡ് നോട്ട് ഓഫ് യുവർ വർക്ക്സ്, ബട്ട് യു ഹാവ് ബീൻ സേവ്ഡ് ഫോർ ഗുഡ് വർക്ക്സ്. ഗുഡ് വർക്ക്സ് എന്താണ്? നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി എന്താണെന്ന് പറയുന്നുണ്ട്. അത് അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. ബിലീവ് ഇൻ ഹിം ഹൂം ഹീ സെൻറ്റ്. അതാണ് സൽപ്രവൃത്തി. അതിൽ നിന്നുള്ള ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തികളാണ് സൽപ്രവൃത്തികൾ. അതിനുവേണ്ടിയാണ് എന്നെ നിങ്ങളെയും ദൈവം രക്ഷിച്ചത്. ഹല്ലേലൂയ. പിന്നെയും ഗലേഷ്യൻസ് 6-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ഫോർ ഹീ ഹൂ സോസ് ടു ഹിസ് ഫ്ലെഷ് വിൽ ഓഫ് ദ ഫ്ലെഷ് റീപ്പ് കറപ്ഷൻ, ബട്ട് ഹീ ഹൂ സോസ് ടു ദ സ്പിരിറ്റ് വിൽ ഓഫ് ദ സ്പിരിറ്റ് റീപ്പ് എവർലാസ്റ്റിംഗ് ലൈഫ്. ഇത് വലിയൊരു തത്വമാണ്, നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പെട്ടെന്ന് വായിക്കാം. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അപ്പോൾ നമുക്ക് 2 തരത്തിൽ വിതയ്ക്കാം. ഒന്നെങ്കിൽ ഞാൻ ജഡത്തിൽ വിതയ്ക്കാം, അപ്പോൾ അതിൽ നിന്ന് വരുന്നത് നാശത്തിനുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഈ സൃഷ്ടി മുഴുവൻ ദൈവം അത് നാശത്തിന് വേണ്ടി വെച്ചിരിക്കുക. പക്ഷേ ഞാൻ ആത്മാവിൽ വിതയ്ക്കുകയാണെങ്കിൽ ആത്മാവിന് അവസാനമില്ല, അത് നിത്യതയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ എനിക്കൊരു നിത്യതയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നിത്യതയായിട്ട് നിലനിൽക്കുന്ന ഫലം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വേണം വിതയ്ക്കാനായിട്ട്. ആത്മാവിൽ വിതയ്ക്കുമ്പോൾ ഞാൻ ആത്മാവിൽ നിത്യതയിലേക്ക് കൊയ്യും. മറ്റത് ജഡത്തിൽ വിതയ്ക്കുമ്പോൾ ജഡികമായ ഒരു 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 ഫലമേ ഉണ്ടാവുകയുള്ളൂ, അത് നശിക്കും, അല്ലേ? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 63-ാമത്തെ വചനത്തിൽ പറയുന്നത്, ജഡം ഒന്നിനും പ്രയോജനപ്പെടുന്നില്ല, ആത്മാവാണ് ജീവൻ തരുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചസ്സുകൾ അത് ആത്മാവാണ്, അത് ജീവനാണ് എന്ന് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആമേൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അപ്പോൾ ഞാനും നിങ്ങളും വിതയ്ക്കുന്നത് ആത്മാവിലായിരിക്കണം വിതയ്ക്കേണ്ടത്, ജഡത്തിലായിരിക്കരുത്. കാരണം എന്താണ്? നമുക്കറിയാം ജഡത്തിൽ വിതയ്ക്കുന്ന വ്യക്തികളെക്കുറിച്ച് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോകാം. ഓസിയ പ്രവാചകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഇഫ് യു സോ ടു ദ വിൻഡ് യു വിൽ റീപ്പ് ദ വേൾഡ് വിൻഡ്. ഹലോ, പെട്ടെന്ന് വായിക്കോ. അവർ കാറ്റ് വിതച്ചു, ചുഴലിക്കാറ്റ് കൊയ്യും. ആമേൻ. അപ്പോൾ കാറ്റ് വിതച്ചിട്ടുണ്ടെങ്കിൽ ചുഴൽക്കാറ്റാണ് കൊയ്യുന്നത്. പിന്നെയും ദൈവത്തിന് ഓസിയ 10 പെട്ടെന്ന് പോകാം 10:13 ഒന്ന് വായിക്കോ. നിങ്ങൾ ദുഷ്ടത ഉഴുത് നീതികേട് കൊയ്ത് വ്യാജത്തിൻ്റെ ഫലം ഭക്ഷിച്ചിരിക്കുന്നു. ആമേൻ. അപ്പോൾ നമ്മൾ അൺറൈച്ചസ്നെസ് നമ്മൾ വിതയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ ക്രോധം മാത്രമേ കൊയ്യുകയുള്ളൂ. പിന്നെ റോമർക്ക് 6-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ പാപത്തിലാണ് ഞാൻ വിതയ്ക്കുന്നതെങ്കിൽ ഞാൻ കൊയ്യുന്നത് മരണമാണ്. പാപം ഞാൻ വിതച്ചാൽ കൊയ്യുന്നത് മരണമാണ്. കാരണം പാപത്തിൻ്റെ വേതനം മരണമാണ്, അല്ലേ? നമ്മൾ വിത്ത് നടുമ്പോൾ അതിൻ്റെ വേതനമാണ് ഫലം. അതുപോലെ ഞാൻ പാപം നടുമ്പോൾ കൊയ്യുന്നത് മരണമാണ്. അതാണ് റോമൻസ് 6:21 പറയുന്നത്. പിന്നെയും അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. റോമൻസ് 8-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം ഒന്ന് വായിക്കോ. ജഡത്തിൻ്റെ ചിന്ത മരണമാകുന്നു. ഞാൻ ജഡിക തലത്തിൽ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഞാൻ ജഡികമായിട്ട് ഞാൻ ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം മരണമേ ആകുള്ളൂ. കാരണം ജഡത്തിന് എനിക്ക് ജീവൻ തരാൻ പറ്റുകയില്ല. ഐ വിത്ത് മീ? ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം, പിന്നെയും റോമാർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം പറയുന്നുണ്ട്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആമേൻ.
അപ്പോൾ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് എന്നെ നിങ്ങളുടെയും പ്രവർത്തിക്കുന്നതെങ്കിൽ, ഈ ആത്മാവ് ആണെങ്കിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങൾക്കും നിത്യ ആത്മാവിൻ്റെ ആ ജീവൻ ഉണ്ടാകും. കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനം റോമാർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ ജീവനുണ്ട്, ദൈവത്തിൻ്റെ സ്വഭാവമുണ്ട്, ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അവർ വസിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന വേറൊരു സത്യം ഇതാണ്. അതുകൊണ്ട് റോമാർക്കുള്ള ലേഖനം ഹോസിയ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു. നിങ്ങൾ നീതി, യു മസ്റ്റ് സോ അൺടു റൈച്ചസ്നെസ്, നീതിയിൽ വേണം നമ്മൾ വിതയ്ക്കാനായിട്ട്. പിന്നെ 1-2 തത്വങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ കുറച്ച് വിതയ്ക്കുന്നവൻ കുറച്ചേ കൊയ്യുള്ളൂ. അത് കൊറിന്ത്യൻസ് ലേഖനം ഒന്ന് പെട്ടെന്ന് വായിക്കണം. 2 Corinthians 9:6 and 8. 2 Corinthians 9 verses 6 and verses 8. എന്നാൽ അല്പമായി വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ഔദാര്യമായി വിതയ്ക്കുന്നവൻ ഔദാര്യമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് എന്തുമാത്രം നമ്മൾ കൊടുക്കുന്നുവോ അതനുസരിച്ച് ദൈവം നമുക്ക് തരും. ബിക്കോസ് ദർ ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സോയിങ് ആൻഡ് റീപ്പിംഗ്. അത് ഈ ലോകത്തിൽ ഉള്ള ഒരു പ്രിൻസിപ്പിളാണെങ്കിൽ അതുപോലെ തന്നെ ആത്മീയ മേഖലയിലും അതേ പ്രിൻസിപ്പിളാണ്. ഞാൻ എന്തുമാത്രം ദൈവത്തിന് കൊടുക്കുവാൻ തയ്യാറാകുന്നുവോ അത്രയും ദൈവം നമുക്ക് തരും. അപ്പോൾ നമ്മൾ ദൈവത്തിന് നമ്മളുടെ സമയമോ കഴിവുകളോ നമ്മളുടെ ധനമോ നമ്മളുടെ എന്തുമായിക്കോട്ടെ, ദൈവത്തിൻ്റെ സഭ അല്ലെ ദൈവത്തിന് ആവശ്യമുള്ളത് നമ്മൾ എന്തുമാത്രം ഔദാര്യമായിട്ട് കൊടുക്കുന്നുവോ ദൈവം അതേ മനസ്സോടുകൂടി എനിക്ക് നിങ്ങൾക്കും തരും. നമ്മൾ ഒരിക്കലും ദൈവത്തിന് കൊടുക്കുന്നത് ഇച്ചിരി കൂടിപ്പോയി, അല്ലെങ്കിൽ ഇത്രയും വേണോ എന്നൊക്കെ ചോദിച്ച്, ചിലപ്പോൾ സമയമായിരിക്കും നമ്മൾ ആരാധിക്കുന്നത്, സമയം ഇത്ര ആരാധന ആവശ്യമുണ്ടോ? അതുകൊണ്ടുള്ള പല വ്യക്തികൾക്കും ദൈവത്തിന് വരുമ്പോൾ ഇച്ചിരി കൂടുതലാണ്. പക്ഷേ ദൈവത്തിന് കൊടുക്കുന്ന ഒന്നും അധികപ്പറ്റല്ല അല്ലോ. കാരണം അത് കൊടുക്കുവാനുള്ള കഴിവ് തന്നത് ആരാണ്? ദൈവമാണ് അല്ലേ. എനിക്ക് ധനമുണ്ടെങ്കിൽ ആ ധനം ദൈവമാണ് തന്നത്. എനിക്ക് ചില കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവ് ദൈവമാണ് തന്നത്. സോ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് തന്ന ആ അനുഗ്രഹങ്ങളുടെ ഒരു പങ്ക് ദൈവത്തിന് ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്. സോ യു ഷുഡ് നെവർ ഗ്രഡ്ജ്. ദൈവത്തിന് കൊടുക്കുന്നതിന് നമ്മൾ ഒരിക്കലും നമ്മൾ ഒന്ന് പിടിച്ചു വെക്കരുത് ഒന്നും. പിന്നെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. പ്രോവേർബ്സ് 22-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ഇഫ് യു സോ ടു ഇനിക്വിറ്റി, നമ്മൾ കൊയ്യാൻ പോകുന്നത് സങ്കടങ്ങളാണ്. പ്രോവേർബ്സ് 22:8. നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും, നീതികേട് വിതയ്ക്കുന്നവൻ ആപത്തേ കൊയ്യുള്ളൂ, അവൻ്റെ കോപത്തിൻ്റെ ദണ്ണ് പരാജയപ്പെടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നീതിയിലേക്ക് വേണം എപ്പോഴും നമ്മൾ വിതയ്ക്കാനായിട്ട്. പിന്നെ ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം 12 മുതൽ 14 വരെ വായിക്കുകയാണെങ്കിൽ അവിടെ ഐസക്കിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വലിയൊരു ക്ഷാമത്തിൻ്റെ കാലമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ക്ഷാമത്തിൻ്റെ കാലം പോലും ഐസക്കിൻ്റെ കയ്യിലുണ്ടായിരുന്ന വിത്ത് അവന് 2 തീരുമാനമെടുക്കാമായിരുന്നു. ഒന്നെങ്കിൽ അത് അപ്പമുണ്ടാക്കി തിന്നാമായിരുന്നു, അല്ലെങ്കിൽ അത് വിതയ്ക്കാമായിരുന്നു. അവനൊരു തീരുമാനമെടുത്തു. അവൻ്റെ കൂടെയുള്ള ദൈവം അവനെ അനുഗ്രഹിക്കുന്ന, കാരണം അവൻ്റെ അപ്പനെ എബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹത്തിൻ്റെ അവകാശിയാണ് ഐസക്ക്. അവൻ്റെ അവകാശിയാണ് യാക്കോബ്. യാക്കോബിൻ്റെ അവകാശികളാണ് നമ്മൾ. അപ്പോൾ ഏത് സാഹചര്യമായിക്കോട്ടെ, വിശ്വാസത്താൽ ഞാൻ വിതയ്ക്കുകയാണെങ്കിൽ, വിതയ്ക്കുന്നത് വചനമാണെങ്കിൽ, അവിടെ പറയുന്നത് ചുറ്റുമുണ്ടായിരുന്ന ആ ക്ഷാമത്തിൻ്റെ മധ്യേ ഐസക്ക് വിതച്ചത് അവൻ 100 വേനി കൊയ്തെന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് വേണം ഞാനും നിങ്ങളും ആ വചനത്തിൽ വിശ്വസിച്ച് അത് നമ്മൾ വിതയ്ക്കാനായിട്ട്. പിന്നെ ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം വായിക്കുകയാണ്. ഇവിടെയും വലിയൊരു പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണ്? നമ്മൾ സാധാരണഗതിയിൽ ജഡിക തരത്തിൽ നോക്കുകയാണെങ്കിൽ നെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നെല്ല് നട്ടു, നെൽകൃഷി ചെയ്തവരുണ്ട്. എത്ര ദിവസം എടുക്കും? 60 അല്ലേ? നെല്ല് നട്ട് നമ്മുടെ 3 മാസം എടുത്തു. നട്ടു 90 ദിവസം കഴിയുമ്പോൾ നമുക്ക് കൊയ്യാം അല്ലേ? കൊയ്ത്ത് മിക്കവാറും 2 ദിവസം കൊണ്ട് തീരും, 2-3 ദിവസം കൊണ്ട് തീരും. പിന്നെ നമ്മൾ ആ നിലം ഉഴുതിട്ട് പിന്നെയും വിതയ്ക്കും, ഞാറ്. അങ്ങനെയാണ് ഒരു സൈക്കിൾ അല്ലേ? പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ദർ ഇസ് എൻ അമേസിങ് സൈക്കിൾ.
ഒരു ലൗകിക തലത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സൈക്കിളുണ്ട്. ആ സൈക്കിളിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചേ. അത് ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം. ഇറ്റ് ഈസ് എ സൂപ്പർ നാച്ചുറൽ സൈക്കിൾ. മറ്റത് എന്താണ്? വിതച്ചു, ഞാറുപാകി, 90 ദിവസം കഴിയുമ്പോൾ കൊയ്ത് നമ്മൾ നിലം ഉഴുതു, പിന്നെയും നമ്മൾ ഞാറുപാകി, പിന്നെ അങ്ങനെ ഇപ്പോൾ എസ്യൂം ഇങ്ങനെ ഒരു കൊല്ലത്തിലൊരു 3 പ്രാവശ്യം കൃഷി ഇറക്കാമെന്ന് വയ്ക്കുക. ദാറ്റ് ഇസ് എ സൈക്കിൾ. പക്ഷേ ദൈവത്തിൻ്റെ എമേസിങ് സൂപ്പർ നാച്ചുറൽ സൈക്കിളിനെ കുറിച്ച് പറയുന്നുണ്ട്. കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും പിന്നിലാക്കുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കുകയും. മതി ജസ്റ്റ് വൺ ഇൻസ്റ്റൻസ് മതി. ദാറ്റ് ദ പ്ലൗമാൻ വിൽ ഓവർടേക്ക് ദ റീപ്പർ. എന്ന് വെച്ചാൽ എന്താണ്? പ്ലൗ ചെയ്യാൻ സമയമായി. അവൻ പ്ലൗ ചെയ്ത് വരുമ്പോൾ ഇവിടെ കൊയ്ത് തീർന്നിട്ടില്ല. ഹലോ, ഇവിടെ കൊയ്ത് തീർന്നിട്ടില്ല, അത്രയധികം വിളവുണ്ട്. ഐ വിത്ത് മീ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് അനുഗ്രഹം വരുന്നത്. പല വ്യക്തികൾക്കും പലരും പറയുകയല്ലേ, എങ്ങനെയുണ്ട്? ദൈവത്തിന് പോലും എന്നെ രക്ഷിക്കാൻ പറ്റുകയില്ല, അല്ലേ? പലരും അങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ. നമ്മൾ പറയുകയില്ല, എങ്കിലും ദൈവത്തിന് പോലും എന്നെ രക്ഷിക്കാൻ പറ്റുകയില്ല. സംഭവിക്കുന്നത് എന്താണ്? നീ നിന്നെ തന്നെ ശപിച്ചു. ഒന്നും ദൈവത്തിന് അസാധ്യമായില്ല എന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 37-ാമത്തെ വചനത്തിൽ അവൻ വായിച്ചിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് അവനെ തന്നെ ശപിക്കുകയാണ്. ആ സർവശക്തനും അസാധ്യമായ ദൈവത്തിന്, ഒന്നും അസാധ്യമല്ലാത്ത ആ ദൈവത്തിന് എൻ്റെ മേഖല ഒന്നും ചെയ്യാൻ പറ്റില്ല. ശാപം. ഐ വിത്ത് മീ? സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, എൻ്റെ ദൈവം എൻ്റെ പക്കലുണ്ടെങ്കിൽ ആ ദൈവത്തിന്, കാരണം അല്ലേ ഫിലിപ്പിയർക്ക് 4-ാമത്തെ അധ്യായം 19-ാമത്തെ വചനം പറയുന്നത്, മൈ ഗോഡ് shall supply all your need according to his riches in glory by Christ Jesus. എന്നാൽ പൗലോസ് അപ്പോസ്തലന് ആ ദൈവത്തിൻ്റെ കഴിവിനെ കുറിച്ച് ഒരു സംശയമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ വളരെ ധൈര്യത്തോടുകൂടി പറയുന്നത്, മൈ ഗോഡ് ഷാൽ സപ്ലൈ യോർ നീഡ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. ഒരു ട്രയാങ്കിൾ ഇതാണ്. എനിക്ക് അവനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്. നിൻ്റെ കുറവുകളിൽ അവൻ്റെ സമ്പന്നതയിൽ അവൻ അത് വന്ന് അവിടെ പ്രവർത്തിക്കും. Hallelujah. We need to proclaim that there is no lack for our God. അതല്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അല്ലേ? സങ്കീർത്തനം 23-1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ആരൊക്കെ പറയുന്നത്? ഹല്ലേലൂയ. യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ എനിക്ക് യാതൊന്നിനും മുട്ടുണ്ടാകുകയില്ല. കാരണം എന്താണ്? എൻ്റെ ഇടയന് അസാധ്യമായി ഒന്നുമില്ല, അവൻ്റെ സമ്പന്നതയ്ക്ക് അളവില്ല. അതല്ലേ ദൈവത്തിൻ്റെ വചനം, ആ ഗോഡ് ഇസ് മോർ ദൻ സഫിഷ്യൻറ്റ്. എല്ലാത്തിനും മതിയായവനാണ് നമ്മളുടെ ദൈവം. ഹല്ലേലൂയ. അതാണ് നമ്മളുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ. നമ്മളുടെ ദൈവം ഈ നേർച്ച കൊടുക്കുന്നതിന് തെറ്റാ. എന്തോ ഭിക്ഷക്കാർക്ക് കൊടുക്കുകയില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട്, എന്നാ പറയുന്നത്, ഈ ക്ലിങ് എന്ന് പറയുകയല്ലേ, അപ്പോൾ ആകെ ഇടാൻ ഉദ്ദേശിച്ചത് 5 രൂപയാണ്. പക്ഷെ 5 രൂപയില്ല. അതുകൊണ്ട് 10 രൂപ നോട്ടിട്ടിട്ട് 5 രൂപ അവിടെ നിന്ന് എടുക്കുക. ഭിക്ഷക്കാർ പോലും അത് ചെയ്താൽ ചിലപ്പോൾ തെറി പറയും. പിന്നെ നമ്മുടെ ദൈവം മാന്യനായതുകൊണ്ട് ഒന്നും പറയുകയില്ല. ഇവൻ്റെ പഞ്ഞത്തെ ഓർത്ത് മാത്രം സഹതാപം ഉണ്ടാവും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അസാധ്യമല്ല. ദൈവത്തിന് താല്പര്യമുള്ളൊരു ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്നാ ഒരു വിശ്വാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വചനം കൂടെ വായിക്കാം നമുക്ക്. ഹല്ലേലൂയ. ഐസയ 55:10-11. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുന്നവന് ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. അതെ, വിതയ്ക്കുന്നവന് വിത്ത് തരികയാണ്. അവൻ വിതയ്ക്കാൻ താല്പര്യമുള്ളവന് ദൈവം വചനം, വിത്താകുന്ന വചനം തരും. ആ വചനത്തിൽ നിന്ന് നിനക്ക് അപ്പം ഭക്ഷിക്കാൻ പറ്റും. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, മത്തായി 4:4 പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പക്ഷേ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും അവർക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ ആ വചനമാകുന്ന വിത്തെടുത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ ഹി വിൽ ഗിവ് ബ്രെഡ് ടു ദ ഈറ്റർ. നിനക്ക് എപ്പോൾ നിനക്ക് ആഹാരം വേണോ അപ്പോൾ അവൻ അത് തരും. പിന്നെ അടുത്ത വചനം, വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുന്നവന് ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനവും പ്രവർത്തിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും
ഞാൻ അയച്ച കാര്യം സാധ്യമാക്കുകയും ചെയ്യും. ആമേൻ. ഇതാ നമ്മൾ വിശ്വസിക്കേണ്ടത്. ഒരു വിശ്വാസിയാണെങ്കിൽ ആ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വചനം തന്നിട്ടുണ്ടെങ്കിൽ ആ വചനം ഞാൻ ഏറ്റുപറയുകയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഞാൻ അയച്ച പ്രവൃത്തി, വചനം അയച്ചിരിക്കുന്ന ആ പ്രവൃത്തി നിർവഹിക്കും. അത് ശൂന്യമായി പോവുകയില്ല. ആ പ്രവൃത്തി നിർവഹിക്കുന്നത് കൊണ്ട് നിനക്ക് സംഭവിക്കുന്നത് അഭിവൃദ്ധി മാത്രമേ ഉള്ളൂ. കാരണം ദൈവം ജെറമേയ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിനല്ല, നിൻ്റെ ക്ഷേമത്തിനാണ്. നിനക്കൊരു പ്രത്യാശയും ഒരു ഭാവിയും തരാനാണ് എൻ്റെ പ്ലാൻ. കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് അവിടെ അഭിവൃദ്ധി ഉണ്ടാകുന്നതിൻ്റെ കാരണം മർക്കോസിൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 20-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നീ പോയിട്ട് എൻ്റെ വചനം പ്രഘോഷിക്കും. അപ്പോൾ ആദ്യത്തെ പ്രഘോഷണം വേണ്ടത് എവിടെയാണ്? YMCയിലാണോ? കുടുംബത്തിലും അല്ല. ആദ്യം പ്രഘോഷിക്കുന്നത് എവിടെയാണ്? പ്രൈസ് ദി ലോർഡ്. നീ ആദ്യത്തെ ബൈബിൾ പ്രീച്ചിങ് ചെയ്യേണ്ടത് നിന്നോട് തന്നെയാണ്. ഹലോ, അല്ലേ? ചിലർ പറയില്ലേ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ആദ്യത്തെ ചാരിറ്റി നിൻ്റെ ഹോം, ഈ ദൈവത്തിൻ്റെ ഭവനമാകുന്ന, ആലയമാകുന്ന ഈ ഹോമിനോട്ടാണ് നീ പറയേണ്ടത്. സോ കാരണം എന്താണ്? അതിന് അർത്ഥമുണ്ട്. യു വിൽ പ്രീച്ച് ദ വേർഡ്. അത് നീ YMCA പോയി പ്രീച്ച് ചെയ്യുന്നല്ല വചനത്തിൽ പറയുന്നത്. യു വിൽ പ്രീച്ച്. സോ യു വിൽ പ്രൊക്ലെയിം. പ്രീച്ചിങ് ഈസ് പ്രൊക്ലമേഷൻ. അത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ ആ വചനത്തിൻ്റെ മധ്യേ ഞാൻ പ്രവർത്തിക്കും. ഞാനത് അടയാളങ്ങൾ വഴി സ്ഥിരീകരിക്കും. അപ്പോൾ പ്രവർത്തിക്കുന്നതും അടയാളങ്ങൾ വഴി സ്ഥിരീകരിക്കുന്നതും വചനം പ്രഘോഷിക്കുന്നവനല്ല, ആ വചനത്തിൻ്റെ ഉടമസ്ഥനല്ല, വചനം തന്നെയായ ദൈവമാണ്. അയ്യുദ്ധി. അതുകൊണ്ടാണ് അത് തിരികെ വരാതിരിക്കുന്നത്. കാരണം എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവത്തിനും, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് അസാധ്യമേ ഒന്നുമില്ല. 2, അവൻ വാഗ്ദാനത്തിന് വിശ്വസ്തനാണ്. അയ്യുദ്ധി. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസത്താൽ വേണം നമ്മൾ വിതയ്ക്കാൻ. ഏത് സാഹചര്യമായിക്കോട്ടെ, വിശ്വാസത്താൽ വിതച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ആ ഫലം 100 മേനി കൊയ്യും.